അപ്പോൾ ഗൈസ് എല്ലാവർക്കും മറ്റൊരു കിഡിലും ഫ്രീ ഫയർ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ പെർഫെക്റ്റ് ഷാഡോടെ നമ്മൾ ഇന്നൊരു ബിയർ മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. ക്യാമ്പിങ്ങും റഷിങ്ങും എല്ലാം കൂടെ ചേർന്ന് കിഡിലനായിട്ട് ബൂയ അടിച്ചൊരു കിഡിലൻ മാച്ചാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് എപ്പോഴത്തെ പോലെ തന്നെ നമ്മൾ കാട്ടിലസ് ടീവിയിലാണ് ഇറങ്ങുന്നത്. നമ്മുടെ ഡുവോ കാട്ടിലസ് ടീവിയിൽ ഇറങ്ങി ഒബ്സർവേറ്ററിൽ പോയി തിരിച്ച് വന്നു കഴിഞ്ഞാൽ ആ കളി നമ്മൾ ബൂയാണ്. ഒരു തരം മിത്താണ് ഗൈസ്. മിത്തല്ല, എപ്പോഴും വർക്കിംഗ് ആണ്. നമ്മൾ ഡുവോ ആയിട്ട് വന്ന് കാട്ടിലസ് ടീവിയിൽ ഇറങ്ങിയിട്ട് ഒബ്സർവേറ്ററിൽ പോയിട്ട് പിന്നെ തിരിച്ച് വരുവാണെങ്കിൽ ബൂയല്ല ടോപ്പ് 10 ആണ്. ഏറ്റവും കൂടുതൽ കളി ബൂയാണ്. ഗൈസ് മാച്ച് കഴിഞ്ഞ് റെക്കോർഡ് ചെയ്യുന്ന വഴി എനിക്ക് ചാർജ് ഇല്ലായിരുന്നുകൊണ്ട് വരെ ചെറിയ ലാഗുണ്ട്. അപ്പോൾ ഈ നമ്മളേതായാലും കാട്ടിലസ് ടീവിയിൽ ലൂട്ടി ഒബ്സർവേറ്ററിൽ വന്ന് ലൂട്ട് മൊത്തം സെറ്റായിട്ട് പതുക്കെ ഇവിടുന്ന് എങ്ങോട്ട് ഹാങ്ങറിൽ പോകണോ അതോ ഭീമാസത്തിൻ്റെ താഴോട്ട് പോകണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളേതായാലും ഇവിടുത്തെ ഭീമാസത്തിൻ്റെ താഴെ പോയി ഒരു കില്ലൊക്കെ എടുത്തത്, കിഡിലായിട്ടൊരു കില്ലൊക്കെ എടുത്തത്. അപ്പം നമ്മളിവിടെ നേരെ ലോഞ്ചിപ്പാട് പിടിച്ച് ഭീമാസത്തി ഷിപ്പിൻ്റെ ഭീമാസത്തി ഷിപ്പിൻ്റെ താഴെ ചെല്ലുന്ന രീതിയിൽ ലോഞ്ചിപ്പാട് വെച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടുന്ന് സ്ട്രിപ്പ് പിടിച്ച് നേരെ സോം പിടിച്ച് നമ്മൾ പീക്കിലോട്ട് പോകുന്ന കഴിയുമ്പോൾ അവിടെ ഒരു എനിമി ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ടീമിന് നല്ല ഡാമേജ് കൊടുത്തു. ഒന്നും നോക്കി ലോകം കൊണ്ട് നേരെ കുത്തിപ്പിടിച്ച് ആ എനിമീനെ അങ്ങ് ഫിനിഷാക്കി. ആദ്യത്തെ കില്ലങ്ങ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് വന്ന് അവൻ്റെ ലൂട്ട് അടിച്ചു. അത് നമ്മൾ പീക്കിലോട്ട് പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നെ പ്ലാൻ അങ്ങ് മാറ്റി തിരിച്ച് വന്ന് അവൻ്റെ ലൂട്ട് അടിച്ചു. നമ്മൾ നേരെ പ്ലസ് ടീവിയുടെ ഇങ്ങാറ്റത്ത് കിടക്കുന്ന വണ്ടി എടുക്കാതെ ബൈക്ക് എടുക്കാൻ വേണ്ടി വന്നു. ബൈക്ക് എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കുറച്ചാൽ ലാഗായി. ഞാൻ വണ്ടിയിൽ കയറി എന്നിട്ട് ബൈക്ക് ഓഫ് അങ്ങോട്ട് പോയി. ഇപ്പോൾ ടീം വന്ന് അവിടെ ഇവിടെ എന്നിട്ടൊക്കെ ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വന്നു. പോയിട്ട് നമ്മളെല്ലാം സെറ്റായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട് വണ്ടിയെ ചാടി ഇറങ്ങി ആ എനിമിനെ അടിച്ച തീർത്തു. എനിക്ക് കില്ല് കിട്ടിയില്ല. എൻ്റെ അറിയില്ല, അവനും ഒരു കിലോ എനിക്കും ഒരു കിലോ അതുകൊണ്ട് ചോദിച്ചിരിക്കുന്നു. പൈസ ഒരാവശ്യമില്ലാതെ അവിടെ UAV കിട്ടിയിരിക്കുന്നു. പൈസ ചെയ്താലും അവിടുത്തെ ലൂട്ട് സെറ്റാക്കി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സറൗണ്ടഡ് പോയ എനിമീസ് ആയിരുന്നു. കുറേ എനിമീസ് നമ്മളെ സറൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഒന്നും നോക്കാതെ നമ്മൾ വണ്ടിയെ കയറി നേരെ കണ്ടുപോയി. അപ്പോൾ ഈ നമ്മൾ ഏതാണ്ട് റിന്നം വില്ലേജിൻ്റെ ഇപ്പുറത്തായിട്ടാണ് ലാസ്റ്റ് നമ്മൾ മാപ്പി നിങ്ങൾ കണ്ടല്ലോ. അപ്പം അത് നോക്കി തന്നെ നമ്മളിവിടെ വണ്ടി കൊണ്ട് കുറേ നേരം ക്യാമ്പ് അടിച്ചിരിക്കുന്നത്. കുറേ നേരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 15 അലവായി 9 അലവ് വരെ ആവുന്നോളം വരെ. അപ്പോൾ അതൊക്കെയാണെങ്കിൽ 9 അലവ് ആകുന്നു. അത്രയും നേരം നമ്മളിവിടെ റിംനാമിൽ അപ്പുറമുള്ള വലിയ വീട്ടിൽ പോയിരിക്കും. പിന്നെ തിരിച്ചിങ്ങോട്ട് വരും. അങ്ങനെ കുറേ നേരം ക്യാമ്പിങ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ നേരെ വണ്ടി ഓടിച്ച് വരുമ്പോഴത്തേക്കും ഇവിടെ എനിമിയെ സ്പോട്ട് ചെയ്തു. ഒന്നും നോക്കില്ല. അവനോട് പറഞ്ഞു അപ്പുറത്തൂടെ കയറിക്കോണം. ഇപ്പുറത്തൂടെ കയറി വന്ന് നേരെ കയറി ചെന്നപ്പോഴത്തേക്കും അവനെ കാണുന്നില്ല. അപ്പോഴത്തേക്കും നമ്മൾ നോക്കിയില്ല. M40 കുത്തി പിടിച്ചപ്പോഴത്തേക്കും ടീമിലൊക്കെ ബോഡി താഴോട്ടാണ് പോയത്. എന്നാലും ടീം ആ കില്ല് നൈസായിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ കില്ല് കൂടെ എടുത്ത് നമ്മൾ അവിടെ നേരെ സോണ് പിടിക്കാനായിട്ട് ബൈക്കിൽ കയറി വിട്ടപ്പോഴത്തേക്കും ക്ലോക്ക് ടവറിൽ എടുത്ത് വലത്ത് ഇടത്ത് എല്ലാ എനിമിയായിരുന്നു. പക്ഷേ നമ്മളിവിടെ ഇറങ്ങി ഇവിടെ വീട്ടിലൊരു എനിമീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ ഇറങ്ങി വരുന്ന ഒന്നും നോക്കിയില്ല. M40 അവനെ കുത്തിപ്പിടിച്ചങ്ങ് ഒരു ഹെഡൊക്കെ കൊടുത്തു. അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അവൻ കുത്തിപ്പിടിച്ച് അവനെ അങ്ങ് എടുത്തിട്ടുണ്ട്. അവൻ്റെ ലൂട് സെറ്റായിട്ട് നമ്മൾ നേരെ ക്ലോക്ക് ടവറിലാണ് ലാസ്റ്റ് സോണ്. വണ്ടി എടുത്ത് വിടണോ എന്നെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ ആലോചിച്ച് ഒരു വ്യക്തി ക്ലോക്ക് ടവറിൽ ചെന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ടീം ജസ്റ്റ് നോക്കായിരുന്നു. അവനെ റിവ്യൂ ചെയ്ത് അവനെ നോക്കാക്കി അവനെ നേരെ കയറിച്ച് നോക്കുകൊണ്ട് നല്ല ഡാമേജ് കൊടുത്തപ്പോൾ നമ്മുടെ ടീം ഇറങ്ങി ചെന്നു. ഡാമേജ് കൊടുക്കാൻ നോക്കുമ്പോൾ വട്ടത്തിൽ ഗ്ലൂ ആയിട്ട് നമ്മൾ ഐറിസ് ഒന്നും നോക്കില്ല. അവനപ്പോഴത്തേക്ക് ഐറിസ് ഇട്ടെന്ന് മനസ്സിലായിട്ട് ഗ്ലൂ ആൾ വട്ടത്തിലിട്ട് ഞാൻ അത്യാവശ്യം ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും ടീം ആ കില്ലും കൊണ്ടുപോയി. അതിന് കേസ് നമ്മളിങ്ങനെ നോക്കിയപ്പം ആണ് മനസ്സിലായത് ഇനി ഒറ്റ ഒരു എനിമീനെയും കൂടെ ഉള്ളത്. അപ്പോൾ ഈ ബൂയ നമ്മൾ ഏതായാലും ഉറപ്പിച്ചു. അപ്പോൾ അവിടെയാണ് എനിമീന്ന് നമ്മളോട് ടീം പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല. നമ്മൾ ഡയറക്റ്റ് അങ്ങ് റഷ് ചെയ്തു. പൈസ ഒന്നും നോക്കിയില്ല. നേരെ കയറി ചെന്ന് കുത്തിപ്പിടിച്ച് ആ കില്ല് നമ്മളങ്ങ് ഫിനിഷ് ചെയ്ത് നൈസായിട്ട് കളിയങ്ങ് പോയി അടിച്ചു. നൈസായിട്ട് കളിയങ്ങ് പോയി അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ കിഡിലെ മാച്ചസ് വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ഒരു കിഡിലെ വീഡിയോ വരുന്നോളം വരെ ബൈ.